പുള്ളിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പുള്ളി ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ്. ഇവരൊക്കെ ജീവിക്കുന്നത് വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ അവർ ജീവിക്കുന്നവരാണ്. ഓരോരുത്തരും അങ്ങ് വണ്ടി കയറ്റിക്കൊണ്ട് പോയാലോ? ഇതെന്തോടെ ഇത്ര നീളം? ഇതുപോലെ അല്ലടാ പശുവും. ഇന്നത്തെ ദിവസം നമ്മളെ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബെസ്റ്റ് സമയമാണ്. Every road feels something new. We keep running where the wild wind goes through the crowded streets and empty roads. അപ്പോൾ നമ്മൾ അകത്ത് കയറി ഷൂട്ട് ചെയ്യാം. എന്തൊക്കെയാണെന്ന് കാണാമല്ലോ, ഇവരെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് എൻട്രൻസ് കേട്ടോ. വീടെന്ന് പറഞ്ഞാൽ അകത്ത് ചാണാമൊഴിയ വീടാണ് ഉള്ളത്. ചാണാമൊഴിയ വീടാണ്. ഇവിടെ ഇത് നമ്മൾ അവിടെ ഡെസേർട്ടിൽ പോയപ്പോൾ കണ്ട് നമ്മളെ അവിടുത്തെ മഡ് ഹൗസിലുണ്ട് ഈ സാധനമാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. 3-4 വർഷം ഇത് കിടക്കും, ഒരു കുഴപ്പമില്ല. വാ, പുള്ളിയുടെ പേര് കല്യാൺ സിംഗ് എന്നാണ് കേട്ടോ. ഇത് ഇവിടെ മുകളിലൊക്കെ ഒന്ന് കാണിച്ച്. ഇത് കണ്ടോ, ഇതിൻ്റെ ചാപ്പ കുത്തുന്നതാണ് ഇതിന് വേണ്ടിയിട്ട്. അത് നമ്മളെ ഒട്ടകത്തിന് തിരിച്ചറിയാൻ വേണ്ടി ഇവരെ ഓരോരോ ഡിസൈനിൽ കുത്തും. ഇവരെ ഒട്ടകത്തിനൊക്കെ ഉള്ള ഡിസൈന് ഇതാണ്. ഈ ഡിസൈനിലുള്ളതാണ് ഇവരെ ഒട്ടകം. ഇവരെ അടുക്കളയാണേ. വാ, അടുക്കള കാണാം. ഇതാണ് അടുക്കള. ഗ്യാസുണ്ട് ഇവിടെ. റൊട്ടിയൊക്കെ പൂച്ച റൊട്ടിയൊക്കെ ചുടുന്ന ഇതിലാണ് ഇവർ റൊട്ടിയൊക്കെ ചുടുന്നത് കേട്ടോ. ഭയങ്കര പൊടിയാണ് ഇത്, എല്ലായിടും പൊടി തന്നെയാണ്, മണ്ണ്. ഇതിലാണ് റൊട്ടിയൊക്കെ ചുടുന്നത്. അടുത്തത് ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ഇവർ കുളിക്കുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. തുണികളൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്, അപ്പോൾ കുളിക്കുന്നതായിരിക്കും. ഇതവിടെ സോപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സോപ്പ് വയ്ക്കുന്ന സ്ഥലം കണ്ടോ. ഇതെല്ലാം സോപ്പ് വയ്ക്കും. ഇതെല്ലാം ചാണകത്തിലാണ് കെട്ടിയിട്ടുള്ളത് കേട്ടോ. വീടും ചാണകത്തിൽ തന്നെയാണ്. അതുകൊണ്ട് വീട് മൊത്തം ചാണകത്തിൽ തന്നെയാണ് തേച്ച് വെച്ചിരിക്കുന്നത്. സോളാർ കണ്ടോ, ഞാൻ പറഞ്ഞ സോളാർ ഇതാണ്. ഇവിടെ വേറെ കറണ്ട് ഇല്ല, സോളാർ മാത്രമേ ഉള്ളൂ. അത് ഒരെണ്ണം മതി. കാരണം അവർക്ക് വലിയ വേറെ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇതാണ് അവരുടെ ബെഡ്റൂം. പുള്ളിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പുള്ളി ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ് നമ്മളെ ഇതെല്ലാം കാണിക്കുന്നത്. ഇത് ഒരു കട്ടിൽ. ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഈ കൂരയൊക്കെ പോയി കേട്ടോ, പോയിരിക്കുകയാണ്. അതെല്ലാം പോയിരിക്കുകയാണ്. അവരവിടെയൊക്കെ താമസിക്കുന്നത് എങ്ങനെയാണ്? കാര്യം മഴ ഇവിടെ അധികം ഇല്ലല്ലോ. വർഷത്തിൽ 1-2 മഴ കിട്ടിയാലായി. അതുപോലെ ഇതൊരു അടുത്ത പറഞ്ഞാൽ ഈ കട്ടിലാണ്. ഇവിടെ ഉള്ള എല്ലാം ഇതുപോലത്തെ കട്ടിലുകളാണ് കേട്ടോ. ഇവിടെ ഉള്ള എല്ലാം ഇതുപോലത്തെ കട്ടിലാണ് ഇവിടെ ഉള്ള. പുള്ളിക്കൊരു ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ഫാനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പാത്രങ്ങൾ അത് ജോലിക്ക് പോകുമ്പം കൊണ്ടുപോകാൻ വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകേണ്ട സാധനമായിരിക്കും. ഇത് പശുവിൻ്റെ പാല് കറന്ന് വെച്ചിരിക്കുന്നതാണ്. പശുവിൻ്റെ പാല് കറന്ന് വെച്ചിരിക്കുന്നതാണ് കണ്ടോ. പശുവിൻ്റെ പാല് നല്ല ഫ്രഷ് പാലാണ് കറന്ന് വെച്ചിരിക്കുന്നതാണ്. അത് ഇവിടെ നിന്നുള്ള കാഴ്ച ഇതാണ്. ഇങ്ങനെ ഒരു ഈ പരിമിതമായ ജീവിതമാണ് ഇവർക്ക് കേട്ടോ. നമ്മളെപ്പോലെ കേരളത്തിലെ പോലെ വലിയ ഗംഭീര വീട്, അതിനകത്ത് AC, അറ്റാച്ച്ഡ് ബാത്റൂം. ഞാൻ ഇതായിട്ട് കുറ്റമായിട്ട് പറയണല്ലോ, ഞാൻ പറയണത് അങ്ങനെ നോക്കുമ്പോൾ ഇവരൊക്കെ ജീവിക്കുന്നത് വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ അവർ ജീവിക്കുന്നവരാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ ആണ് ഇവരുടെ ജീവിതം. ഇത് മറ്റേ ജലസംഭരണിയാണ്. അയ്യോ, ഇത്തുപുരം ഉള്ളു കേട്ടോ. ഇത്തുപുരം. ഇത് ഇത്ര ഡേയ്സ് 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ. 2 ദിവസമായിട്ടുള്ളൂ. ഓരോരുത്തരും അങ്ങ് വണ്ടി കയറ്റിക്കൊണ്ട് പോയാലോ? ഇത് വാങ്ങിച്ച് ഇത് എത്ര രൂപ എന്ന് ചോദിച്ചാണ്. ഇത് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് തീരെ ചെറുതാണ്, പാല് കുടിക്കുന്ന ഇത്. അപ്പോൾ ഓക്കെ വച്ചു. 2 നല്ല രസമുണ്ട്. ഇവിടെ പശുക്കുട്ടിയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ പശുക്കുട്ടിയൊക്കെ കാണാൻ. ഇത് വേറൊരു പ്രത്യേക ഇത്, നല്ല ചെവിയൊക്കെ നല്ല അടിപൊളി. ഇതെന്തോടെ ഇത്ര നീളം? പശുവിന് ഉണ്ടാവും ഇത്രയും നീളം? അല്ല, നീളം ഉണ്ടാവും. ഈ കുറച്ച് ലെന്ത് കൂടുതൽ പോലെ. ഓക്കെ, അത് കുഞ്ഞിലായതുകൊണ്ട്. പണ്ട് നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്നു, എല്ലാം മറന്നു ചെയ്ത്. അതിൻ്റെ പേരിൽ എന്തുമാത്രം അടി കിട്ടിയിട്ടുണ്ടെന്നറിയാമോ? ചാണാൻ വാരാത്തതിന്. എൻ്റെ അച്ഛൻ എന്നെ പിടിച്ച് ചാണാൻ വാരാത്തതിന് തൊഴുത്തി ഇരുത്തി ഊണ് തന്നിട്ടുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. സ്കൂളിലെ പിള്ളേരെല്ലാം കണ്ട് നാണം കെട്ട്. പിന്നെ നമുക്ക് പിന്നെ നാണോ മാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിള്ളേരൊക്കെ പിന്നെ കുറേ ദിവസം അങ്ങനെ വെച്ച് കളിയാക്കുമായിരുന്നു. അപ്പോൾ എന്നെ അവിടെ തൊഴുത്തിലിരുത്തിയടാ, ഞാൻ വൃത്തിയാക്കില്ല എന്ന് പറഞ്ഞിട്ട് തൊഴുത്തിന് ചാണകത്തിൻ്റെ പുറത്ത് ഇരുത്തിയിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട്, ചാണകത്തിൻ്റെ പുറത്ത് അതും പ്ലേറ്റ് വെച്ചിട്ട് തിന്നടാ. ഇതുപോലെ അല്ലടാ പശുവും. പഴയ ഇതാണല്ലോ, മറ്റേ തിലകം പറയാൻ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി. അയ്യോ, ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നെ. പോട്ട്. അപ്പോൾ നമുക്ക് അത് വേറെ കഥ. ഭംഗിയുള്ള പശുക്കുഞ്ഞുങ്ങൾ കേട്ടോ. എല്ലാം നല്ല ഭംഗിയുള്ള പശുക്കുഞ്ഞു. അവിടെ ഒരെണ്ണം നിൽക്കി നോക്ക്, അടിപൊളി. കാണാൻ നല്ല ഭംഗി.
എല്ലാവരും കാണാൻ നല്ല ഭംഗി. അവർക്കുള്ള ഭക്ഷണം തോണ്ട അവിടെയാണ് കിടക്കുന്നത്. കാണിച്ചു തരാം, അതുകൂടെ കാണിച്ചു കൊടുക്കാമല്ലോ. ഇതിൽ നിന്ന് എടുത്ത് കുറേശ്ശെ പിന്നെ കാലി തീറ്റയുണ്ട്, അതിൻ്റെ കൂടെ ശർക്കരയും കൂടെ ഇവർ മിക്സ് ചെയ്യും കേട്ടോ. ഇതിൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ശർക്കര അത് ഇവിടെ ഇഷ്ടംപോലെ കിട്ടും. ഇവിടെ മറ്റേ കരിമ്പിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആ ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാര്യം ബദേൽ ഗോസിൽ ആ പശുവിന് കൊടുക്കുന്നത് ഞാൻ കണ്ടു, അപ്പോൾ അവിടെ പറയാൻ വിട്ടുപോയി, അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ ഇനി ആ ഒട്ടകം വരട്ടെ, അപ്പോഴും കാണാൻ കാഴ്ച. 4:30 മണിക്ക് നമ്മൾ വന്നപ്പോഴാണ് മറ്റേ ഒട്ടകങ്ങളെയൊക്കെ ഷൂട്ട് ചെയ്തത്, ഒട്ടകവും ഈ വീടും എല്ലാം ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു സാധാരണ 4 മണിക്ക് വരേണ്ടതാണ് ഈ ഒട്ടകങ്ങളുടെ ഫീമെയിൽ ഒട്ടകം, ഈ കുഞ്ഞുങ്ങളുടെ തള്ള. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പാല് കറക്കണത് എനിക്കും കൂടെ ഒന്ന് കറക്കാൻ സൗകര്യം ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം നമ്മളെ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബെസ്റ്റ് സമയമാണ്. ഇന്നത്തെ ദിവസം 7:30 മണിയായി. അതായത് ഇപ്പം സൂര്യാസ്തമിച്ച് 7:30 മണിയായി. ഇതുവരെ ആ സാധനം ആ ഫീമെയിൽ ഒട്ടകം വന്നിട്ടില്ല. നോക്കണേ നമ്മളെ കഷ്ടം. എന്തു ചെയ്യും? കുറച്ച് നേരം കൂടെ നോക്കണം. വന്നു കഴിഞ്ഞാലും ഈ ലൈറ്റില്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ആണെങ്കിൽ ലൈറ്റും ഒന്നുമില്ല. വല്ലാത്തൊരു ഗതിയായിപ്പോയി കേട്ടോ. മനസ്സിന് ഭയങ്കര വിഷമായിപ്പോയി. അതുകൂടെ കിട്ടിയിരുന്നെങ്കിൽ രസമായിരുന്നു. നിങ്ങളെ കാണിക്കാൻ, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. നോക്കട്ടെ, ഞാൻ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യും. വന്ന ലൈറ്റ് വെച്ചെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഫ്ലാഷ് വെച്ചെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് പോകും. നമ്മൾ ഏതാണ്ട് 8 മണി വരെ അവിടെ നിന്ന് കേട്ടോ, പക്ഷേ ഒട്ടകം വന്നില്ല. ഇനി നമുക്ക് പോവാം, സമയമില്ല. ഇനി രാത്രി വന്നാലും നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല. കാര്യം റോഡ് അങ്ങനെയാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നേരത്തെ വീട് പോയി പിടിക്കാം. ഓക്കേ, അപ്പോൾ ഇനി അവിടെ കാണാം. അപ്പോൾ നമ്മൾ രാജസ്ഥാനിലെ ഹൂറി വില്ലേജിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നല്ല രസകരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനി നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എപ്പോഴും പറയും പോലെ തന്നെയാണ്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണൊക്കെ അടിക്കുക, കൂടെ ഉണ്ടാവണം. എല്ലാവരും ഒന്ന് പറ്റുമെങ്കിൽ ഒരു 2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ചാനലിൻ്റെ പേര് അറിയാലോ, ഫൺ ഇൻ ട്രാവൽ വിത്ത് ബിനോജ് കുളത്തൂർ. നന്ദി, നമസ്കാരം. Road feels something new. We keep running.